Good morning to all. In our last class, we studied the story from the textbook Vasant Bhagavo Kancha. ആ ലെസണിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. Did you read the textbook? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എല്ലാ ദിവസവും ഒരു പേജെങ്കിലും വായിക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പേജ് നമ്പർ 88 89 ആയിരുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 90. അപ്പോൾ എല്ലാ കുട്ടികളും അധ്യാപകൻ അപ്പുവിനോട് ചോദ്യം ചോദിച്ചത് കേട്ട് അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് അല്ലേ? മേം അഭി കിസ്കെ ബാരെ ബത്താ രഹാ താ. വീണ്ടും സാർ ചോദിച്ചു, ഞാൻ എന്തിനെ കുറിച്ചാണ് ഇപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? कर्मठ मास्टर जी उस लड़के का चेहरा देखकर समझ गए कि उसके मन में और कुछ है. എന്താണ്, സാറ് കുറേ കാലമായിട്ട് പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ഓരോ കുട്ടിയുടെയും മുഖഭാവങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും, അധ്യാപകർക്ക് മനസ്സിലാവും എവിടെയാണ് ശ്രദ്ധിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്. അപ്പോൾ പരിചയസമ്പന്നനായിട്ടുള്ള അധ്യാപകന് മനസ്സിലായി അവൻ്റെ മനസ്സ് മറ്റെവിടെയാണ്, അവൻ്റെ ചിന്തകൾ വേറെ എവിടെയോ ആണെന്ന് മനസ്സിലായി. शायद उसने पाठ पर ध्यान दिया भी हो. ഒരുപക്ഷെ അവൻ പാഠത്തിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നെങ്കിലോ? അഗർ ദിയാ ഹെ തോ ഉസ്കാ ജവാബ് ഉസ്കെ മൻ സേ ബാഹർ ലേ ആനാ ഹെ. അഥവാ അവൻ അങ്ങനെ ഇരുന്നിരിക്കുകയായിരുന്നെങ്കിൽ, അവൻ പഠനത്തിൽ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള ആൻസർ പുറത്തേക്ക് കൊണ്ടുവരണം. ഇസിമേ ഉൻകി സഫലത ഹെ. അങ്ങനെയാണ് അവൻ സക്സസ്ഫുൾ ആണെന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു ക്ലാസ്സിൽ എന്നറിയണമെങ്കിൽ ചോദ്യം ചോദിച്ചാൽ അവൻ്റെ ഉള്ളിൽ നിന്ന് ആൻസർ പുറത്തേക്ക് വരണം. ഹാം ഹാം ബത്താ ഡർനാമത്. പറഞ്ഞോ പേടിക്കണ്ട. നീ എന്താ ഇപ്പൊ പഠിപ്പിച്ചോണ്ടിരുന്നത്? മാസ്റ്റർ ജീനെ ദേഖ അപ്പു കി ജബാൻ പർ ജവാബ് ഥാ. അധ്യാപകൻ നോക്കിയപ്പോൾ കണ്ടു, അവൻ ചൂണ്ടിൽ ഇങ്ങനെ പയ്യെ പറയുന്നു, എന്തൊക്കെയോ പതിയെ പറയുന്നു. ഹാം ഹാം കാപ്തെ ഹുയെ പോല. അത് തന്നെ പറഞ്ഞോ എന്ന് സാറ് പ്രോത്സാഹിപ്പിച്ചു. നീ പറയടാ, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പറയൂ എന്ന് സാറ് പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഉടനെ അവൻ പറഞ്ഞു, കാപ്തെ ഹുയെ പോല. അവനിങ്ങനെ വിറച്ചുകൊണ്ട് പറഞ്ഞു, കഞ്ച. എന്താ ആൻസർ പറഞ്ഞത്? എന്തിനെ കുറിച്ചാണ് പഠിപ്പിച്ചെന്നാ പറഞ്ഞത്? കഞ്ച, വട്ടുകൾ. കഞ്ച സപ്പക്കാകെ. കഞ്ച വട്ടെന്നോ? അപ്പൊ എന്താ? അവൻ ഞെട്ടിപ്പോയി, അദ്ദേഹം ഞെട്ടിപ്പോയി, അധ്യാപകൻ ഞെട്ടിപ്പോയി. കക്ഷാമേ ഭൂചാലാകയ. പിള്ളേരൊക്കെ കൂടെ കൂട്ടച്ചിരി. നമ്മൾ ആൻസർ പറയുന്നത് തെറ്റാണെങ്കിൽ എന്തായിരിക്കും? ഭയങ്കര ചിരിയായിരിക്കും അല്ലേ? മറ്റുള്ളവരെല്ലാവരും കൂടി കിടന്ന് ഭയങ്കര ചിരിയായിരിക്കും. ക്ലാസ്സിലൊരു ഭൂകമ്പം നടന്നതുപോലെയായി. സ്റ്റാൻഡപ്പ്. സാർ ഉടനെ പറഞ്ഞു സ്റ്റാൻഡപ്പ്. എന്താണ്? മാസ്റ്റർ സാഹബ് കി ആംഖോ മേ ചിൻഗാരിയാം സുലഗ് രഹി ഥി. അധ്യാപകന്റെ കണ്ണുകളിൽ നിന്ന് തീപ്പൊട്ടുകൾ പറക്കുന്നത് പോലെ തോന്നി. എന്താ തീപ്പൊട്ടുകൾ പറക്കുക എന്ന് പറഞ്ഞാൽ? ദേഷ്യപ്പെടുക അല്ലേ? ദേഷ്യപ്പെട്ടു. അപ്പു രോത്താ ഹുവ ബെഞ്ച് പർ ചഢാ. അപ്പു കരഞ്ഞുകൊണ്ട് ബെഞ്ചിന്റെ മുകളിലേക്ക് കയറി നിന്നു അല്ലേ? ഇപ്പോഴങ്ങനെ നിർത്താറുണ്ടോ? ഇല്ല. പണ്ടത്തെ കാലത്ത് അധ്യാപകൻ കുട്ടികളെ നന്നാക്കാൻ നല്ല പണിഷ്മെന്റ് കൊടുക്കുമായിരുന്നു അല്ലേ? ബെഞ്ചിന്റെ പുറത്ത് നിർത്തും, ക്ലാസ്സിന്റെ വെളിയിൽ ഇറക്കി നിർത്തും അല്ലേ? അപ്പോൾ അപ്പുവിനോട് പറഞ്ഞു ബെഞ്ചിൽ കയറി നിൽക്കാനായിട്ട് പറഞ്ഞു. അപ്പു കരഞ്ഞുകൊണ്ട് ബെഞ്ചിലേക്ക് കയറി. പടോസി കക്ഷാക്കെ ടീച്ചറിനെ ദർവാസെ സെ ചാങ്ക് കർ ദേഖാ. തൊട്ടപ്പുറത്തുള്ള ക്ലാസ്സിലെ ടീച്ചർ ഈ ക്ലാസ്സിലെ ബഹളം കേട്ടിട്ട് ഇങ്ങനെ വാതിൽക്കൽ വന്ന് നോക്കി. ഫിർ സമ്മിളിത് ഹസി. പിന്നെ കൂട്ടച്ചിരിയായി. ക്ലാസ്സിലൊക്കെ കൂട്ടച്ചിരിയാണ്. രോക്നെ കി പൂരി കോശിഷ് കർനെ പർ ഭി വഹ് അപ്നാ ദുഃഖ് രോക്നെ കി സകാ. അവൻ അടക്കി പിടിച്ചു. സങ്കടം ഇങ്ങനെ അടക്കി പിടിച്ചിട്ടും അവനെ കൊണ്ട് അത് തടഞ്ഞു നിർത്താനായില്ല. സുഭക്താരക. അവനിങ്ങനെ ചിണുങ്ങിപ്പോയി, സങ്കടം കൊണ്ട് കരഞ്ഞുപോയി. രോത്തെ രോത്തെ ഉസ്കാ ദുഃഖ് ബെട്ടാകികയ. കരഞ്ഞു അവന്റെ സങ്കടം വർദ്ധിക്കുകയാണ് ചെയ്തത്. സബ് ഉസ്കി തരഫ് ദേഖ് ദേഖ് ഉസ്കി ഹസി ഉഡാ രഹാ ഹെ. എല്ലാവരും അവനെ നോക്കിക്കൊണ്ട് പരിഹസിച്ച് ചിരിക്കുകയാണ്. എല്ലാവരും കളിയാക്കുക, ഈ എന്ന് പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കുകയാണ് ചെയ്തത്. രാമൻ മല്ലിക സബ്. രാമനും മല്ലിക എല്ലാവരും കളിയാക്കി ചിരിച്ചു. ബെഞ്ച് പർ ഖടേ ഖടേ ഉസ്നെ സോച്ച. ബെഞ്ചിൽ കയറി ഇരുന്നിട്ട് അവൻ ആലോചിച്ചു. ദിഖാ ദുങ്കാ സബ്കോ. കാണിച്ചു കൊടുക്കുക എല്ലാത്തിനും. ജോർജുക്കോ ആനേതോ. ജോർജ് ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. ജോർജ് ജബ് ആയേ ജോർജ് കെ ആനേ പർ കഞ്ചേ കരീതേക. ജോർജ് ഇങ്ങോട്ട് വന്നോട്ടെ. ജോർജ് വന്നു കഴിഞ്ഞാൽ നിറയെ വട്ടുകൾ വാങ്ങും. ഇത്രേസെ ഇൻമേസെ കിസിക്കോ കെന്നെ നെയ്യും പുലായക. ഇതിൽ ഒറ്റൊരാളെയും കളിക്കാൻ വിളിക്കില്ല. കഞ്ചേക്കോ ദേഖ്ലേ ലഞ്ചായെങ്കിൽ. കയ്യിലിരിക്കുന്ന വട്ടുകൾ കാണുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പൊതിച്ച് നോക്കിയിരിക്കും. ഇത്ര ഖൂബ്സൂരത് കഞ്ചാഹേ. ഇത്രയും ഭംഗിയുള്ള വട്ടുകളുണ്ടോ? ഹരി ലക്കീർ വാലെ സഫേദ് ഗോൽ കഞ്ചേ. നല്ല പച്ച നിറത്തിലുള്ള ഷേഡുകളുള്ള വട്ടുകൾ.
പാട്ടുകൾ. വഹ് ബഡേ ആംബലെ ജൈസെ, വലിയ നെല്ലിക്കയോളം വലിപ്പമുള്ളവയാണ്. തബ് പെട്ടെന്ന് അവന് ശഗ് ഹുവാ കഞ്ച മിലെ കൈസെ, എങ്ങനെ വട്ടുകൾ കിട്ടും? അവൻ ആലോചിച്ചു, എങ്ങനെ വട്ടുകൾ കിട്ടും? ക്യാ വാങ്ങിനെ പർ ദുക്കാൻദാർ ദേഗാ, ചോദിച്ചാൽ അയാൾ തരുമോ? ജോർജ് കോ സാത്ത് ലേക്കർ പൂച്ചേ തോ നെഹി ദേത്തോ, ജോർജിന്റെ കൂടെ ചെന്ന് ചോദിച്ചു നോക്കാം, തന്നില്ലെങ്കിലോ? കിസി കോ ശഗ് ഹോ തോ പൂച്ച് ലോ, എന്തെങ്കിലും സംശയം ഉണ്ടേ ചോദിക്കൂ എന്ന് അധ്യാപകൻ ചോദിച്ചു. മാസ്റ്റർ ജി നെ ഉസ് ഘണ്ടെ കാ സബക് സമാപ്ത് കിയ, ആ പീരീഡ് എടുത്ത ക്ലാസിന്റെ അവസാനം എന്ത് ചോദിച്ചു? അദ്ദേഹം പറഞ്ഞു, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ എന്ന് അധ്യാപകൻ പറഞ്ഞു. ക്യാ കിസിക്കോ കോയി ശക് നഹി, ആർക്കും ഒരു ഡൗട്ടും ഇല്ല? അപ്പു കി ശങ്ക അഭി ദൂർ നഹി ഹുയി ഥി, ഇപ്പോഴും അപ്പുവിന്റെ ഡൗട്ട് മാറിയിട്ടില്ല. അവൻ എന്താ ഡൗട്ട്? വഹ് സോച്ച് രഹാ ഥാ, അവൻ ആലോചിക്കുകയായിരുന്നു. ക്യാ ജോർജ് കോ സാത്ത് ലേ ചലനെ പർ ദുക്കാൻദാർ കഞ്ചാ നഹി ദേഗാ, ജോർജുമായിട്ട് കടയിൽ ചെന്നാൽ കടക്കാരൻ വട്ട് തരുമോ? അഗർ ഖരീദ്നാ ഹി പടേ തോ കിത്തനെ പൈസ ലഗേംഗെ, അഥവാ വാങ്ങിക്കേണ്ടി വന്നാൽ എത്ര പൈസയാണ് വേണ്ടത്? രാമനെ മാസ്റ്റർ ജി സെ സവാൽ കിയ, രാമൻ സാറ് ചോദിച്ചായിരുന്നു, എന്താണ് സംശയമുള്ളവർ എഴുന്നേറ്റ് എന്ന് ചോദിക്കാൻ പറഞ്ഞു. രാമൻ സംശയം ചോദിച്ചു. और उसे सवाल का जवाब मिला, അപ്പോൾ അവൻ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി അധ്യാപകൻ കൊടുത്തു. അമ്മിണിനെ ശങ്കാക്ക സമാധാനകരായ, അമ്മിണി ചോദിച്ചു, അവൾക്കും ആൻസർ കിട്ടി. കൈ ഛാത്രം നേഹുരായ, കുറെ കുട്ടികൾ ഇത് ആവർത്തിച്ചു, കുറെ ചോദ്യം ഓരോ കുട്ടികൾ ചോദിച്ചു, സാറ് മറുപടി ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോ ക്യാ സോച്ച് രഹേ ഹോ, അപ്പോ നീ എന്താ ആലോചിക്കുന്നത്? മാസ്റ്റർ ജീനെ പൂച്ച, അധ്യാപകൻ ചോദിച്ചു. ഹും പൂച്ച്ലോന ശങ്കാ ക്യാ ഹേ, ചോദിക്കൂ, എന്താണ്? ഞാൻ നിനക്ക് സംശയമുണ്ടോ? ചോദിക്കൂ, നിനക്ക് പറഞ്ഞു തരാം. ശങ്ക ജറൂർ ഹേ, സംശയം ഉണ്ടോ? അവന് ഉണ്ട്, സംശയം തീർച്ചയായിട്ടും ഉണ്ട്. ക്യാ ജോർജ് കോ സാത്ത് ലേ ചലനെ പർ ദുക്കാൻദാർ കഞ്ചേ ദേഗാ, ജോർജിന്റെ കൂടെ കടയിൽ ചെന്നാൽ കടക്കാരൻ വട്ട് തരുമോ? നെഹി തോ കിത്തനെ പൈസ ലഗേംഗെ, അല്ലെങ്കിൽ എത്ര പൈസ കൊടുക്കേണ്ടി വരും? ക്യാ 5 പൈസേ മേ മിലേഗാ, 5 പൈസക്ക് കിട്ടുമോ? 10 പൈസേ മേ, 10 പൈസക്ക് കിട്ടുമോ? ക്യാ സോച്ച് രഹേ ഹോ, നീ എന്താ ആലോചിക്കുന്നത്? പൈസേ. അപ്പോൾ ഉടനെ വീട്ടിൽ സാറി ചോദിച്ചു, എന്താ നീ ആലോചിക്കുന്നത്? അപ്പു എന്താ ആലോചിക്കുന്നത്? അപ്പുവിന് എന്താ സംശയം? ഉടനെ അവൻ എന്താ പറഞ്ഞത്? പൈസേ, കാശ്. ക്യാ, എന്താ ചോദിച്ചത്? കിത്തനെ പൈസ ചാഹിയേ, എത്ര പൈസ വേണം? കിസ്കേ ലിയേ, സാറ് വീണ്ടും ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ട്? വഹ് കുച്ച് നഹീ ബോലാ, അവനൊന്നും മിണ്ടിയില്ല. ഹരി ലക്കീർ വാലെ സഫേദ് ഗോൾ കഞ്ചെ ഉസ്കെ സാമനെ സെ ഫിസൽത്തെ ഗയേ, ആ നല്ല വഴുവഴുപ്പുള്ള പച്ച നിറത്തിലുള്ള വട്ടുകൾ അവന്റെ മുന്നിൽ ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ്. മാസ്റ്റർ ജീനെ പൂച്ച, അധ്യാപകൻ അവനോട് ചോദിച്ചു, ക്യാ റെയിൽഗാഡിക്കേലിയേ, നീ റെയിൽഗാഡി വാങ്ങുന്ന കാര്യമാണോ പറയുന്നത്? ഉസ്നെ സിർഹിലായ, പാവം അവൻ തലകുലുക്കി, അതേ എന്ന് തലകുലുക്കി. ബേവൂഫ്, മണ്ടൻ, മഠയൻ. റെയിൽഗാഡി കോ പൈസേ സെ ഖരീദ് നഹീ സക്തേ, റെയിൽഗാഡി കാശ് കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ല. അഗർ മിലേ തോ ഉസേ ലേക്കർ ക്യാ കരേഗ, അഥവാ കിട്ടിയാൽ തന്നെ നിനക്ക് എന്തിനാണ്? റെയിൽഗാഡി കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാനാണ് എന്ന് അധ്യാപകൻ അവനോട് ചോദിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച പേജ് 1991 ആണ്. ഈ 2 പേജ് നിങ്ങൾ വീട്ടിൽ ചെന്ന് നന്നായിട്ട് വായിക്കുക, വീട്ടിലിരുന്ന് നന്നായിട്ട് വായിക്കുക, അതേപോലെ ഹാർഡ് വേർഡ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, ടുഡേ വി ക്യാൻ വൈൻഡ് അപ്പ് ദ ക്ലാസ്.